101%. I have got the proof. Do you want to see the proof? ഇത് നേരത്തെ അവർക്ക് കൊടുത്തിട്ടുള്ളതായിരുന്നു. ഞങ്ങള് മുഖത്ത് കരിവാരി തേച്ച് നിങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഇതൊക്കെ കാണിച്ചിരിക്കുന്ന അതിനകത്ത് എഡിറ്റഡ് വേർഷൻ ആണ് അറിയിച്ചിട്ടുണ്ട്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. നോക്കൂ, നമുക്കൊന്ന് ബിഗ് ബോസ് മലയാളം 5 വരെ പോയിട്ട് വന്നാലോ? കാരണം എന്താ അറിയോ, ബിഗ് ബോസ് മലയാളം 5 സീസൺ 5 കഴിഞ്ഞു, 6 കഴിഞ്ഞു, 7 വരാനിരിക്കുമ്പോഴും ഇപ്പോഴും ബിഗ് ബോസ് മലയാളം 5-ലുണ്ടായിരുന്ന ചില കണ്ടസ്റ്റൻസ് അവിടെ തന്നെ വഞ്ചി കിട്ടാതെ നിൽക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് വേറെ ആളെ കുറിച്ചുമല്ല, ശോഭാ വിശ്വനാഥിനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ബിഗ് ബോസ് മലയാളം സീസൺ 5 ശോഭയുടെ ക്യാരക്ടർ ഒരുവിധം എല്ലാവർക്കും ഓർമ്മയിലുണ്ടായിരിക്കും. അടിസ്ഥാനപരമായിട്ട് വിമർശനങ്ങൾ ഒരു തുള്ളി പോലും, വിമർശനങ്ങളല്ല, എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി എന്നല്ല, എന്തെങ്കിലും ഒരു വിവാദം, എന്താ പറയുക, എന്തായാലും ഒരു പൊടിക്കുണ്ടെങ്കിൽ പോലും അതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വ്യക്തിയായിരുന്നു ശോഭാ വിശ്വനാഥ്. ഇത് എൻ്റെ ഒരു അഭിപ്രായമുണ്ട്, എനിക്ക് തോന്നിയൊരു സംഭവമാണ്. എൻ്റെ ആ സമയത്തുള്ള വീഡിയോസ് കണ്ടിരുന്ന അറിയാം, നമ്മളതിനെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചാണ്. പോട്ടെ, അതിലേക്ക് പോകണ്ട. ഒരാഴ്ച മുന്നേ തോന്നില്ല, 4-5 ദിവസം മുന്നേ, ജൂൺ 14-15 തീയതി വരെ മറ്റേ ഒരു ചെറിയൊരു വിഷയം ഉണ്ടായി സോഷ്യൽ മീഡിയയിൽ. അതായത് UK മറുനാടൻ മലയാളി സംഘടിപ്പിച്ചിട്ടുള്ള മിസ് ഇസ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞൊരു ബ്യൂട്ടി പേജൻറ്റ് ഷോ ഉണ്ട്. ഈ ഒരു ഷോ ചുറ്റിപ്പറ്റിയിട്ട് ചെറിയൊരു വിവാദം ഉണ്ടായി. നിങ്ങൾ എത്ര പേര് ഇത് അറിഞ്ഞെന്നറിയില്ല. അറിഞ്ഞവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അറിയാത്തവർക്കായിട്ട് വളരെ ക്വിക്കായിട്ട് പറയാം. ജഡ്ജിങ് പാനലിലുണ്ടായിരുന്നത് ലക്ഷ്മി നക്ഷത്ര, ശോഭാ വിശ്വനാഥ്. ഇവർക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നു. ഞാൻ മനസ്സിലാക്കിയത്, പ്രത്യേകിച്ച് മറുനാടൻ്റെ ഒരു വീഡിയോ കൂടി വന്നു, കാരണം അവരാണത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അവർ പറഞ്ഞു ഇവർക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അത് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുന്നേ ശോഭാ വിശ്വനാഥ് പറയുന്നുണ്ട്, എനിക്ക് തന്ന ക്വസ്റ്റ്യനാണ് എന്ന് പറഞ്ഞിട്ട് ശോഭ ചോദിക്കുകയാണ്. ഈ പെൺകുട്ടിയോടെ വന്നിട്ടുള്ള ഈ കണ്ടസ്റ്റൻറ്റിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. 2 സ്ത്രീകളുടെ പേര് പറയുന്നു, 2 വിമൻ. അവരുടെ ഒന്ന് മഞ്ജു വാര്യർ, രണ്ടാമത് കാവ്യ മാധവൻ. ഇവർ 2 പേരിലും നിങ്ങൾ ആരെ ചൂസ് ചെയ്യും എന്നുള്ള ഒരു കോൺട്രവേഴ്സ്യൽ ക്വസ്റ്റ്യൻ. ഇത് ചോദിക്കുന്ന സമയത്തും ഈ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്തും ഇത് കേൾക്കുമ്പോൾ എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഒറ്റയടിക്ക് മനസ്സിലായിട്ടുണ്ടാവും അതൊരു വിവാദ ക്വസ്റ്റ്യനാണ്. അത് എഴുതി കൊടുത്തിരിക്കുന്ന ആൾക്കാർ ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇഫ് യു ഹാഡ് എ ചോയ്സ് ടു സ്കിപ്പ് ഇറ്റ്, അത് ചെയ്യാമായിരുന്നു. അത് ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിയില്ല. ഇല്ല എന്നുള്ളതാണ് മറുനാടൻ പറയുന്നത്. കറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കണം, നിർബന്ധമായിട്ട് ചോദിക്കണം എന്നുള്ളതാണ് ശോഭ പറയുന്നത്. സംഭവം, ശോഭ ആ ക്വസ്റ്റ്യൻ ചോദിച്ചു. ആ പെൺകുട്ടി അടിപൊളിയായിട്ട് മറുപടി കൊടുത്തു. പെർഫെക്റ്റ്. അവിടെ തന്നെ ശോഭയുടെ വായ അടപ്പിക്കുന്ന മറുപടി കൊടുത്തു. ഈ മറുപടി കൊടുക്കുന്ന സമയത്ത് കൂടി കുട്ടി പറഞ്ഞ മറുപടിയിൽ പോലും ഈഗോ കണ്ടെത്തിയിട്ട്, എനിക്കതാ ഫീൽ ചെയ്തത്, അതിൽ പോലും ശോഭയുടെ ആ ബിഗ് ബോസിനുള്ളത്തെ സെയിം ഈഗോ കണ്ടെത്തിയിട്ട് ശോഭ പിന്നെയും അവിടെ പിടിച്ചിട്ട് ആരെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറയേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. ഇത് നേരെ കഴിഞ്ഞു. ഈ കുട്ടി പോയി കഴിഞ്ഞതിന് ശേഷം ആ കുട്ടി എന്തോ ലൈവിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് വേറെ കഥ. ധ്യാൻ ശ്രീനിവാസൻ, നിങ്ങളിതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ധ്യാൻ ശ്രീനിവാസൻ സ്റ്റേജിൽ വന്നിട്ട് ശോഭയോടും ലക്ഷ്മി നക്ഷത്രത്തോടും ഊളച്ചോദ്യം ചോദിച്ചതിനൊരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ അതൊരു ഊളച്ചോദ്യം. എഴുതിയവരത് കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഊളച്ചോദ്യം തന്നെയാണ്. ഡെഫിനറ്റ്ലി ആണ്. വേണമെങ്കിൽ അത് ഒഴിവാക്കാം, അല്ലെങ്കിൽ ചോദിക്കുന്ന വ്യക്തിക്കറിയാം അതൊരു കോൺട്രവേഴ്സി സ്പാർക്ക് ചെയ്യും എന്നുള്ളത്. അതന്നെ ഇവിടെ സംഭവിച്ചു. ധ്യാൻ ഒരു കാര്യം പറഞ്ഞു. ഈ ചോദ്യം ചോദിച്ച ആൾക്കാരോടാണ് പറയാനുള്ളത്, അതായത് ഈ കാവ്യ മാധവനോ മഞ്ജു വാര്യരോ എന്ന് ചോദിക്കുന്നതിന് പകരം പൾസർ സുനി അല്ലെങ്കിൽ ദിലീപ്, അതായത് ധ്യാനിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ട്രോളിംഗ് കൊണ്ട് ധ്യാൻ ഇവർ 2 ട്രോളി, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞു. ഈ സംഗതി അവിടെ കഴിഞ്ഞു. ധ്യാൻ പറഞ്ഞു പോയതിന് ശേഷം നമ്മുടെ ലക്ഷ്മി നക്ഷത്ര ഒരു അടുത്തൊരു വേദിയിൽ ധ്യാനിനെ തിരിച്ച് ട്രോളി. ലക്ഷ്മി സത്യം പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. ലക്ഷ്മി നക്ഷത്രയും ശോഭാ വിശ്വനാഥും കൂടി അവിടെ ആ പാനലിൽ ഉണ്ടായിരുന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് ലക്ഷ്മിനെയും കൂടി അതിൽ കൂട്ടിക്കെട്ടി. ലക്ഷ്മി നക്ഷത്ര നെക്സ്റ്റ് ഒരു വടംവലി മത്സരത്തിൻ്റെ ഇടയിൽ വന്നിട്ട് പറഞ്ഞു, സത്യത്തിൽ ഈ ക്വസ്റ്റ്യൻ എഴുതി തന്നത് ധ്യാനാണ് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് ലക്ഷ്മി തിരിച്ച് ട്രോളി. പക്ഷെ നമുക്ക് ശോഭയുടെ ക്യാരക്ടർ നമ്മൾ ഏകദേശം ബിഗ് ബോസിൽ കണ്ടതാണല്ലോ. 36 എന്ത് വന്നാലും ഇതൊന്നും വിടുന്ന ആളല്ല. ശോഭയ്ക്ക് അങ്ങനെ പരിപാടിൻ്റെ കാരണം ശോഭ പിന്നെ എന്തൊക്കെയോ ന്യായീകരിച്ച് മെഴുകി ആ സെയിം ബിഗ് ബോസിൽ എടുത്തിട്ടുള്ള ക്യാരക്ടറിൻ്റെ 10 ഇരട്ടി പുറത്ത് ലൈവായിട്ട് പൊതുജന മധ്യത്തിൽ ക്യാമറയുടെ മുന്നിൽ എടുത്തിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളത്. ആദ്യം ഞാൻ വളരെ ക്വിക്കായിട്ട് എന്താണ് ശോഭ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കേൾക്കാം. It's kind of tricky question, maybe controversial one. Are you ready? Yes, ma'am. Okay. Do you prefer Manju Warrior or Kavya Madhavan? Why? By the way, യെസ്, ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, അത് ഒരാൾക്കും ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷെ അത് ചോദിക്കുന്നു. കൂടെ
ഉത്തരം പറയാൻ പറ്റില്ല എന്നല്ല, പലർക്കും പല രീതിയിലുള്ള ഉത്തരങ്ങളുണ്ടായിരിക്കും. ഉത്തരങ്ങളും ചോദ്യവും ഒരേപോലെ കോൺട്രവേഴ്സിയലാണ്. അപ്പോൾ ഇതിന് ആ കുട്ടി പറഞ്ഞ മറുപടി, അതിന് മുന്നേ ശോഭ ഒരു ക്ലാരിഫിക്കേഷനും കൂടി നടത്തുന്നു കേട്ടോ. My question this time, it was given by the team, so please don't blame me. Yes. But I thought it's an interesting, tricky question. So, yeah, to you. Over to you. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കൊടുത്തത് സംഘാടകരാണ്. പക്ഷേ എനിക്ക് തോന്നി അതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. വിച്ച് മീൻസ് അവരും അതിന് ആ ചോദിക്കുന്നതിന് എഗ്രി ചെയ്തു. ഇതാണ് എൻ്റെ വേർഷൻ. ഇവർക്ക് ക്വസ്റ്റ്യൻ കൊടുത്തത് അവരാണെങ്കിലും ഷീ കുഡ് ഹാവ് അവോയ്ഡഡ് ഇറ്റ് എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ എനിക്കും തോന്നുന്നു അതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ചോദിക്കണം എന്നുള്ളത്. അതായത് അവരും കൂടി അതിൻ്റെ ഈക്വൽ ആ ഒരു ബ്ലെയിമിൻ്റെ ഷെയർ ഈക്വലായിട്ട് അവരും കൂടി എടുക്കുന്നു എന്നുള്ള കണ്ടീഷനിലാണ് അവരത് അവതരിപ്പിച്ചിട്ടുള്ളത്. Thank you for the question, ma'am. Asking me if I prefer Manju Warrier or Kavya Madhavan is asking me to choose between sun and the moon. And why? You should pick one. അപ്പോൾ ഈ കുട്ടി പറഞ്ഞ മറുപടി ഇതാണ്, സൂര്യനെയും ചന്ദ്രനെയും പിക്ക് ചെയ്യുന്നത് പോലെയാണെന്ന്. അപ്പോൾ ശോഭ വീണ്ടും എടുത്ത് ചോദിക്കുന്നു, നിങ്ങൾ എന്ത് വന്നാലും ഒരാളെ ചൂസ് ചെയ്യണം എന്ന് പറയുന്നു. യു ഷുഡ് പിക്ക് വൺ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ പറയുന്ന സമയത്ത് ആ കുട്ടി പിന്നെയും അടിപൊളിയായിട്ട് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നു. പെർഫെക്റ്റ് റിപ്ലൈ ആയിരുന്നു. എന്താ പറയുക, എല്ലാവരുടെയും കയ്യടി നേടിയിട്ടുള്ള ഒരു റിപ്ലൈ ആയിരുന്നു. ഓക്കെ, അവിടെ തന്നെ ഏകദേശം ശോഭയുടെ ഗ്യാസ് ജഡ്ജിങ് പാനലിൽ വന്നിരുന്നിട്ട് ഉള്ള ശോഭയുടെ ഏകദേശം ഗ്യാസ് പോയ സിറ്റുവേഷനിൽ ധ്യാൻ ശ്രീനിവാസൻ്റെ എൻട്രിയാണ്. ധ്യാനിനെ അറിയാലോ എന്തായിരിക്കും സ്റ്റേജ് മൈക്ക് സ്റ്റേജിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ധ്യാൻ ഈ രീതിയിൽ. ധ്യാൻ നേരെ ഈ പഴയ വിഷയം എടുത്തിട്ട് തിരിച്ച് ഇവരൊന്ന് ട്രോളി. ഓക്കെ, നമ്മൾ ഇവരെ വെച്ച് തന്നെ തുടങ്ങാം. ഇവര് രണ്ടുപേരെയും ജഡ്ജിങ്ങിനെ കുറിച്ച്. കാവ്യ മാധവൻ ഓർ മഞ്ജു വാര്യർ എന്നുള്ള ചോദ്യത്തിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം ദിലീപ് ഓർ പൾസർ സുനി എന്നുമല്ലാതിരിക്കുന്നു. അങ്ങനെ ചോദ്യം വേണമെങ്കിൽ ചോദിക്കണ്ട, ചോദിച്ചോ? യെസ്, ഇതായിരുന്നു അവിടെ ധ്യാനിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ബൈ ദ വേ, ഇവിടെ വിക്ടിമിൻ്റെ പേര് ധ്യാൻ എടുത്തിട്ടില്ല. പൾസർ സുനി ഓർ ദിലീപ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിച്ചോളൂ, ഇത് ധ്യാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വിക്ടിമിൻ്റെ നെയിം അവിടെ ധ്യാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലക്ഷ്മി നക്ഷത്ര അടുത്ത വടംവലിയുടെ ഇവൻറ്റിൽ വെച്ചിട്ട് ധ്യാനിനുള്ള തിരിച്ച് ഗോൾ അടിക്കുന്നു. ഇവരെല്ലാവരും സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരാണ്. സോഷ്യൽ മീഡിയ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എത്രയോ കാലങ്ങളായിട്ട് നമ്മളെക്കാളൊക്കെ മുകളിൽ ഇവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിൽ ഇതുപോലത്തെ കാര്യങ്ങൾ വരും എന്നുള്ളത് അവർക്കറിയാം. അറിഞ്ഞിട്ടുകൂടി ശോഭയുടെ പ്രതികരണവും ഇനി ലക്ഷ്മി നക്ഷത്രം എങ്ങനെയാണ് ഇതിനെ പ്രതികരിച്ചത്? ഞാൻ വടം വലിച്ചു ഞാൻ എന്നെ ഒന്ന് താഴേക്ക് ഇറക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈവൻ ദോ ലൈക്ക് ഒരുപാട് ട്രോൾസും കാര്യങ്ങളൊക്കെ ഞാനല്ല ചോദിച്ചത്, എന്നാൽ പോലും എന്റെ ഫേസ് വെച്ചിട്ടാ വന്നത്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് പാർട്ട് ഓഫ് ദി ഗെയിം. ഞാനത് എൻജോയ് ചെയ്തു. അതിനുശേഷവും അടുത്ത ഇവന്റില് ഷാദു ചേട്ടനും ഷൈനോമിയും എല്ലാവരും എന്നെ വിളിച്ചു. അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തതും ആക്സെപ്റ്റ് ചെയ്യുന്നതുമാണ് ഏറ്റവും വലിയൊരു മാസ് എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. താങ്ക്സ് എ ലോട്ട്. പിന്നെ ഈ ചോദ്യം ആരെ ഉണ്ടാക്കിയെന്നുള്ളത് ഞാൻ വളരെ കൂലംകുഷമായി ഞാനിങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. അത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസനാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ അറിഞ്ഞു. എന്റെ പൊന്നറിയാം, ഞാൻ നാട്ടിലേക്ക് വന്നിട്ട് വിശദമായിട്ട് നമുക്കൊന്ന് കാണുന്നിരിക്കുന്നു. എന്നാലും ലക്ഷ്മി നക്ഷത്ര അതിനെ ഒരു ട്രോളാക്കി എടുത്തു. പക്ഷേ നമ്മുടെ ട്രോളാക്കി എടുത്തു, മറുപടി കൊടുത്തു, അളിയ ഞാൻ വരുന്നുണ്ട്, നിന്നെ കാണുന്നുണ്ടെന്നാണ്. പക്ഷേ നമ്മുടെ ശോഭ വിശ്വനാഥ് നമ്മൾ കണ്ടതാണ് ബിഗ് ബോസിലൂടെ, ഇതുപോലത്തുള്ള സംഗതികളൊന്നും ഡൈജസ്റ്റ് ചെയ്യാനോ ഉൾക്കൊള്ളാനോ പറ്റാത്തൊരു വ്യക്തിത്വമാണ് ആ ലേഡി. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവരിതിനെ വീണ്ടും ന്യായീകരിച്ച് ഏതൊക്കെയോ തലങ്ങളിലേക്ക് എത്തിച്ച ശേഷം പറയുന്നു അവർ വളരെ ക്ലിയർ ആയിട്ട് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഈ പറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റൻസിന് കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഇവരൊരു പ്രൂഫ് കാണിക്കുന്നു എന്നും പറഞ്ഞിട്ട് അവിടുന്ന് ഓടുകയാണ്. ഈ പ്രൂഫ് എടുക്കാൻ നോക്കുമ്പോൾ പ്രൂഫ് എന്തോന്ന് പറയുന്നു, അവർക്ക് പ്രൂഫ് കിട്ടുന്നില്ല. തിരഞ്ഞു നോക്കുന്നു, ഇതാണ് ആ രേഖ എന്നൊക്കെ പറഞ്ഞ മാതിരി അവർ പ്രൂഫൊക്കെ തപ്പി തിരഞ്ഞ് കണ്ടുപിടിക്കുന്നു. പക്ഷേ മീഡിയ വിടുന്നില്ല, ആ പ്രൂഫ് കാണണമെന്ന് പറയുന്നു. എന്തോ ഒരു സംഗതി, ഒരു ചാറ്റൊക്കെ മറ്റേ കളർ ചെയ്തിട്ട് ആളുടെ പേരൊക്കെ മാസ്ക് ചെയ്തിട്ടുള്ളൊരു സാധനം എടുത്ത് കാണിച്ചുകൊണ്ട് ഓടുന്ന സമയത്ത് ഇവർ എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവർ പറയുന്നുണ്ട് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഈ നിമിഷം വരെ അവർ പോസ്റ്റ് ചെയ്തിട്ടില്ല. എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ശോഭ അവിടെ വീണടം വിഷ്ണുലോകം കളിച്ചിട്ട് തടിയെടുത്തു. എന്താണ് ശോഭ പറഞ്ഞത് നോക്കാം. മഞ്ജു ചേച്ചിയും കാവ്യാണെങ്കിലും രണ്ടുപേരും സ്ട്രോങ് വനിതകളാണ്. അവരുടേതായ സ്ട്രോങ് ഡിസിഷൻസ് ലൈഫിൽ എടുത്തവരാണ്. മനസ്സിലായില്ലേ? അവരെ ഒരിക്കലും പൾസർ സുനിയോ അല്ലെങ്കിൽ
അതിനകത്തുള്ള വിക്ടിമിന്റെ പേരെടുത്തോ, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാൻ ബൈ ദ വേ, എനിക്ക് മനസ്സിലായത്, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. അവിടെ ഒരിക്കലും ധ്യാൻ ആ ഒരു വിക്ടിമിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. വെറുതെ ശോഭ വളച്ചൊടിക്കുക എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ധ്യാൻ ചോദിച്ചത് ദിലീപ് ഓർ പൾസർ സുനി, ഇവർ ഇതിൽ ആരെങ്കിലും വിക്ടിമാണോ? അതോ ഇനി ശോഭ ഉദ്ദേശിച്ചത് ഇതിൽ പൾസർ സുനി വിക്ടിമാണെന്നുള്ളതാണോ, അതോ ദിലീപ് വിക്ടിമാണെന്നുള്ളതാണോ? എനിക്കതാ മനസ്സിലാവുന്ന കേട്ടോ. ഞാൻ കണ്ടത് ഇനി അതല്ല, അവിടെ വിക്ടിമിൻ്റെ പേര് ധ്യാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് വലിയൊരു കുറ്റമാണ്, അത് വേറെ തലത്തിലേക്ക് പോകണം. അപ്പോൾ ധ്യാൻ അത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് ക്ലാരിഫൈ ചെയ്യേണ്ടത് ശോഭയുടെ റെസ്പോൺസിബിലിറ്റി. ബിക്കോസ് ശോഭ വിശ്വനാഥ് ഇപ്പോൾ വന്ന് പറഞ്ഞിട്ടുള്ളത് ധ്യാൻ ആ ദിലീപിൻ്റെ ആ വിഷയത്തിലുള്ള വിക്ടിമിൻ്റെ പേര് ധ്യാൻ പറഞ്ഞു എന്നുള്ളതാണ് ശോഭ പറഞ്ഞിട്ടുള്ളത്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നില്ല. അങ്ങനെ എനിക്കൊരു വിഷമം പറയാനുണ്ട്. അല്ലാതെ അവിടെ വെച്ച് കളിയാക്കുന്നത് ഞങ്ങൾ എല്ലാവരും, ഞാനാണെങ്കിലും ലക്ഷ്മിയാണെങ്കിലും കളിയായിട്ട് എടുത്തിട്ടുള്ളൂ. അതിനെടുത്ത് ഞങ്ങൾ ഒരു ലക്ഷ്മി അത് കളിയായിട്ട് എടുത്തിട്ടുള്ളൂ, വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായതാണ്. പക്ഷേ ഞാൻ അങ്ങനെയല്ല എടുത്തിട്ടുള്ളൂ എന്നുള്ളത് ഏകദേശം സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ഇടപെടലുകൾ കാണുന്ന സമയത്ത് മനസ്സിലാക്കും. കുറേ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടു. പൈസ വാങ്ങിച്ച് തന്നാൽ എന്ത് ചോദ്യം ചോദിക്കുമെന്ന്. ഞങ്ങൾ 5 രൂപ മേടിക്കാതെയാണ് ഞങ്ങൾ പോയത്. ഒരു ചാരിറ്റി ഇവന്റ് ആയതുകൊണ്ട്. അതായത് ഏതോ ഒരു വളിയൻ എവിടുന്നോ ഇട്ടിട്ടുള്ള ഒരു കമന്റാണ്, പൈസ വാങ്ങിച്ചാൽ എന്ത് ചോദ്യം ചോദിക്കുമെന്ന്. അത് വരെ ശോഭ ചേച്ചിക്ക് ട്രിഗറായി. ആ ഓർഗനൈസേഴ്സിനോട് ഞങ്ങൾക്ക് സ്നേഹവും ബഹുമാനവും ഉള്ളത് കൊണ്ടാണ് ഞങ്ങളെ വിളിച്ചപ്പോൾ, കാര്യമായിട്ട് വിളിച്ചപ്പോൾ ഞങ്ങൾ പോയത്. രാവിലെ മുതൽ രാത്രി വരെ ഞങ്ങൾ 2 ഏജൻസ് ആണ് ഞങ്ങൾ ജഡ്ജ് ചെയ്തത്. രാത്രി വരെ ഇരുന്നു, 11 o'clock വരെ രാവിലെ തുടങ്ങി. എന്നിട്ട് അവരുടെ ഒരു ചാനലിന് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങള് മുഖത്ത് കരിവാരി തേച്ച് അങ്ങനെ ഒരു ഞങ്ങളുടെ തലയിൽ അത് കൊണ്ടിട്ട് ചെയ്തത് ഒട്ടും ശരിയല്ല. അത് ഞാൻ ഓർഗനൈസേഴ്സിനെ ഡയറക്റ്റ്ലി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്റെ ഒരു ഇത് എനിക്ക് അറിയിക്കാമല്ലോ. മറ്റുള്ളവരുടെ മറുനാടൻ ഷാജൻ ഒരു വീഡിയോയിൽ പുള്ളി പറയുന്നുണ്ട്, ഇവർ ഒരുപാട് പ്രാവശ്യം നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു, കുറേയൊക്കെ ഞാൻ ശോഭയോട് മറുപടി പറഞ്ഞു, ശോഭയുടെ ക്യാരക്ടർ അങ്ങനെയാണ്, പിന്നെ ലാസ്റ്റ് എനിക്ക് തന്നെ മടുത്തത്, ഞാൻ തന്നെ അത് മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പുള്ളി ഒരു ഇൻ്റർവ്യൂവിൽ പറയും, പുള്ളി ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. എന്റെ ഒരു യോജിച്ചപ്പോ ഞാൻ എന്തായാലും അത് അറിയിച്ചിട്ടുണ്ട്. ഞാനത് ബ്രദറിനെ പോലെ നോക്കിയ ഒരാളാണ്. അപ്പം അങ്ങനെ ഒരു ബ്രദറിന്റെ കയ്യിൽ നിന്ന് അവരുടെ ഇവന്റ് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ ആക്കിയതിനോട് ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ അറിയിച്ചിട്ടുണ്ട്. അത്രയും സ്ക്രിപ്റ്റഡായിട്ട് തന്ന ചോദ്യമാണ്. 21 ചോദ്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. 4 ജഡ്ജസ് ആര് വേണമെങ്കിലും ആ ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അവസാനമൊക്കെ ആയപ്പോൾ ഞാൻ നിങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഇതൊക്കെ കാണിച്ചിരിക്കുന്ന അതിനകത്ത് ഇരിക്കുന്ന എഡിറ്റഡ് വേർഷൻ ആണ്. എഡിറ്റഡ് അല്ലാത്ത വേർഷൻ നിങ്ങൾ കാണും. തന്നെയല്ലേ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ പറഞ്ഞത്, ഇത് അവിടെ എഡിറ്റഡ് ആണ്, ഇത് എഡിറ്റഡ് ആണ്, അത് കാണിച്ചില്ല, ഇത് കാണിച്ചില്ല, എന്തൊക്കെ ബഹളായിരുന്നു. വർക്ക് ചെയ്തിട്ടില്ല, ഞാൻ കുട്ടിയോട് വർക്ക് ചെയ്തിട്ടില്ല, എനിക്ക് അറിയത്ത പോലും ഇല്ല. അപ്പൊ ഞാൻ മനഃപൂർവ്വം ഒരു കുട്ടിയോട് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആ കുട്ടിക്ക് ആ ക്വസ്റ്റ്യന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ആ കുട്ടികൾക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് കുട്ടികൾ, അല്ലെങ്കിൽ സ്പെഷ്യലി ഈ കുട്ടിക്ക് ഇത്രയും വിഷമവും ഭയങ്കര ഇതുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഓർഗനൈസേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്തില്ല? അതില് ഒരു എന്താ പറയാ എതിർപ്പ് കാണിച്ചില്ല. അത് എടുത്ത് മാറ്റാമായിരുന്നല്ലോ. ഞങ്ങൾക്ക് തരുന്നതിന് മുമ്പ് അത് എടുത്ത് മാറ്റിക്കൂടായിരുന്നോ? ഈ കുട്ടി വോയിസ് റേസ് ചെയ്തിരുന്നെങ്കിൽ. പറഞ്ഞെന്താ വെച്ചാൽ ഈ കുട്ടിക്ക് ഇതിനു മുന്നേ ഈ ക്വസ്റ്റ്യൻസ്, അതായത് കണ്ടസ്റ്റൻസിന് ഈ ക്വസ്റ്റ്യൻസ് ഓൾറെഡി കൊടുത്തിരുന്നു എന്നുള്ളത്. അങ്ങനെയാണോ ഒരു ഷോ കണ്ടക്ട് ചെയ്യുന്നത്, അങ്ങനെയാണോ ഈ എല്ലാ ഷോവും കണ്ടക്ട് ചെയ്യുന്നത്? ഇതിൻ്റെ പ്രൂഫ് ഇവരോട് ചോദിക്കുന്നുണ്ട്. ഞാനത് കുറച്ച് സ്കിപ്പ് ചെയ്യാം. ഇതിൻ്റെ പ്രൂഫ് ഇവരോട് ചോദിക്കുന്ന സമയത്ത് ഇവർ കിടന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ട്. ഞാൻ അതും കൂടി വെക്കാം. ഈ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതൊരു കോൺട്രവേഴ്സി വിഷയമാണല്ലോ ഓൾറെഡി. അപ്പൊ അത് എടുത്ത് മാറ്റേണ്ടിയിരുന്ന ഓർഗനൈസേഴ്സിന്റെ തെറ്റാണ്. പ്രൂഫ് കാണിക്കാൻ പറയുന്നു, ഒരു പ്രൂഫ് കാണിക്കാതെ ഓടാൻ നിൽക്കുന്നു. പക്ഷെ ധ്യാൻ വന്നിട്ട് അതിന് ഭയങ്കരമായിട്ട് അതെല്ലാം പ്ലാൻഡ് ആയിട്ടാണ്, ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ബിക്കോസ് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെയായിരുന്നു. പിന്നെ പറഞ്ഞില്ലേ, എനിക്ക് ഒരിക്കലും എനിക്ക് ഉറപ്പില്ലാത്ത കാര്യം പറയാൻ പറ്റില്ല എനിക്ക്. പക്ഷെ ഉറപ്പിച്ച് പറയാം, ഈ ക്വസ്റ്റ്യൻസ് നേരത്തെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എനിക്ക് അവനോട്ട് ഒരു ദേഷ്യമില്ല, എനിക്ക് ഇപ്പോഴും ഒരു ദേഷ്യമില്ല, ഒരു ഇതുമില്ല. അവൻ പോലും വിചാരിച്ചില്ലാന്ന് ഇത് ഇത്രയും തോളം വൈറലാവുമെന്ന് വിചാരിച്ചില്ല എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. ഇതാണ് ആ രേഖ എന്ന് പറഞ്ഞ പരിപാടിയാണല്ലോ അല്ലേ? മറ്റേ എന്താ എഴുതിയിരിക്കുന്നത്, നമുക്ക് സൂം ചെയ്താൽ വായിക്കാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും ക്വസ്റ്റ്യൻസ് ആണ് അവർ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇത് പറഞ്ഞോട് കൂടി ഇവർ ഓടുകയാണ്. ഈ ഒരു സാധനം മിന്നായം പോലെ കാണിക്കുന്നു, ഓടുന്നു. ഈ ക്വസ്റ്റ്യൻസ് ഇത് നേരത്തെ അവർക്ക് കൊടുത്തിട്ടുള്ളതായിരുന്നു. പോയി
ഓടി. ബാക്കിയുള്ളത് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പ്രദർശിപ്പിക്കുന്നതായിരിക്കും എന്നും പറഞ്ഞിട്ട് ഓടി. എനിക്ക് ഈ ഒരു സംഭവത്തിൽ നിന്ന് കംപ്ലീറ്റ് ആകെ മനസ്സിലായത് എന്താണെന്നറിയോ? ആയിരിക്കാം ചിലപ്പോൾ ഷോവിനെ കോൺട്രവേഴ്സി ആക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവരിതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും കൊടുക്കുന്നതും. അതിപ്പോൾ ചിലപ്പോൾ നിർബന്ധമായിട്ടുള്ള ജഡ്ജസിൻ്റെ പ്രശ്നം ഇതായിരിക്കാം. നിർബന്ധമായിട്ട് ജഡ്ജസ് ചോദിക്കേണ്ട സിറ്റുവേഷൻ വരികയാണെങ്കിൽ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൻ്റെതായ ഒരു ലൈറ്റ്നെസ്സോട് കൂടി എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. കാരണം സോഷ്യൽ മീഡിയയിൽ വരുന്ന സംഗതികൾക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരുത്തന്നെ എവിടെയെങ്കിലും വന്നിരുന്ന് കമൻ്റ് ഇടുക, ഇങ്ങനെ ധ്യാൻ ശ്രീനിവാസൻ തമാശയ്ക്ക് അതൊന്നൊക്കെ പറയുക, ഈ പറഞ്ഞത് ഇതിനെ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിലേക്ക് മനഃപൂർവ്വം എന്നെ ഇതാക്കി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്നതിനോട് എന്തോ എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. എന്തുകൊണ്ടെന്നാൽ ബിഗ് ബോസ് മലയാളം സീസൺ 5 ഇവരുടെ ക്യാരക്ടർ നമ്മൾ ഏകദേശം ഞാൻ കണ്ടതാണ്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ഒരു കോൺട്രവേഴ്സി ഇവരുണ്ടായി. ഇവർക്കതൊരു അനാവശ്യമായിട്ടുള്ളല്ലോ, ചെറിയ കാര്യങ്ങളൊക്കെ വീണ്ടും എടുത്തെടുത്ത് പറഞ്ഞിട്ട് അന്നത്തെ ആ ഒരു കാര്യങ്ങളൊന്നും എടുത്ത് ഞാൻ വീണ്ടും പറയുന്നില്ല. പക്ഷേ ബിഗ് ബോസ് മലയാളം സീസൺ 5 കണ്ടവർക്ക് വളരെ ക്ലിയറായിട്ട് അറിയാം. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യൂ. പറ്റുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.